Let's read a verse from the Bible. Turn with me to Acts chapter 6 verses 7. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 7-ാം വാക്യം ഞാൻ വായിക്കുന്നു. So the word of God spread, the disciples in Jerusalem increased greatly in number, and a large group of priests became obedient to the faith. യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം പെരുകി, ദൈവവചനം പറന്നു. യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി, പുരോഹിതന്മാരിൽ വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി. നിങ്ങൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒക്ലഹോമ കോൺഫറൻസിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2 minutes ടൈം തന്നപ്പോൾ വായിച്ച വാക്യമാണ് ഈ വാക്യം. കാരണം അതിൻ്റെ തലേ ദിവസം കർത്താവ് എന്നെ ഏൽപ്പിച്ച നിയോഗത്തിൽ അല്ലെങ്കിൽ ഈ ഒരു റെസ്പോൺസിബിലിറ്റിക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ദൈവം തന്ന വചനമാണ്. കഴിഞ്ഞ 2 വർഷമായി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചസ് എവിടെയൊക്കെ പോയിട്ടുണ്ട്, നിങ്ങളുടെയൊക്കെ സഭകളിൽ വന്നപ്പോഴും UK പോയപ്പോഴും ഇന്ത്യയിൽ പോയപ്പോഴും എവിടെയാണെങ്കിലും അതൊരു ഷാരോൺ ചർച്ച ആയിരുന്നെങ്കിൽ ഞാൻ എഴുന്നേറ്റ് ഈ കുറുവാക്യം എടുത്താണ് പ്രസംഗിച്ചത്. കാരണം അതാണ് ഈ കാലഘട്ടത്തിൽ ദൈവം എനിക്ക് തന്നിരിക്കുന്നൊരു നിയോഗം. അതെന്താണെന്ന് ചോദിച്ചാൽ, ശിഷ്യന്മാരുടെ എണ്ണം നമ്മുടെ സഭകളിൽ പെരുകണം, പ്രവർത്തനങ്ങൾക്ക് വളർച്ച ഉണ്ടാകണം. വി ആർ ഗോയിങ് ടു സീ എ സീസൺ ഓഫ് ഗ്രേറ്റ് ഗ്രോത്ത്. ആ വാക്യം ഇനിയും കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ടുഡേ ഐ വാണ്ട് ടു ഷെയർ സംതിങ് മോർ വിത്ത് യു. I will share 3 things. Before that, let me tell you a few things. നമ്മുടെ തീമായിരുന്നു വാക്കിംഗ് ഇൻ അഗ്രിമെൻറ്റ് വിത്ത് ഗോഡ്. വളരെ മനോഹരമായ കാര്യങ്ങൾ കേട്ടു. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇഫ് യു റിയലി സ്റ്റാർട്ട് വാക്കിംഗ് ഇൻ അഗ്രിമെൻറ്റ് വിത്ത് ഗോഡ്, എ ബിഗ് ചേഞ്ച് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഒരു വലിയ വ്യത്യാസം സംഭവിക്കും. എന്തിനാണെന്നറിയാമോ? you will not ignore the Great Commission. Because the more you get closer to Jesus, you will understand his heart. കർത്താവിൻ്റെ ഹൃദയം നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം പിടികിട്ടും. ഹല്ലേലൂയ. അതെന്താ പറയുക, മിഷൻ അല്ലെങ്കിൽ സുവിശേഷീകരണം എന്ന് പറഞ്ഞാൽ ചിലരുടെ ദൗത്യം മാത്രമല്ല, അതും ഫുൾ സഭയുടെയാണ്. യേശുവിനോട് കൂടെ നടന്നാൽ വിശുദ്ധിയിൽ വളരും, പല കാര്യങ്ങളും നമ്മൾ വളരും. പക്ഷെ ഒരു കാര്യത്തിലും കൂടെ നമുക്ക് ഒരു പുതിയൊരു എരിവും ഒരു പുതിയൊരു ഉന്മേഷവും കയറും. അതെന്താണെന്നറിയാമോ? മിഷൻ. ഞാനൊരു കാർഡ് കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയത്, ഐ ആം എ ഗ്രേറ്റ് കമ്മീഷൻ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞൊരു കാർഡ് കിട്ടി. വേറൊരു ഓർഗനൈസേഷൻ്റെ കാർഡാണ്. ഇപ്പോൾ കർത്താവിനോട് കൂടെ നടന്ന് നമ്മൾ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ കത്തണം. എന്തിനാണെന്നറിയാമോ? യേശു എന്തിനാണ് ലോകത്ത് വന്നത്? പാപികളെ രക്ഷിക്കാൻ. നശിച്ചു പോകുന്ന ആത്മാക്കളെ പറ്റി ഒരു 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 ദാഹം അല്ലെങ്കിൽ ഒരു പാഷൻ അല്ലെങ്കിൽ ഒരു കൺസേൺ നമ്മുടെ ഉള്ളിൽ കയറണം. ഈ കോൺഫറൻസ് അവസാനിക്കുന്നതിന് മുമ്പ് നമ്മൾ മടങ്ങി പോകുമ്പോൾ, ഹല്ലേലൂയ, നല്ല കോൺഫറൻസ് ആയിരുന്നു, ഫുഡ് നല്ലതായിരുന്നു, ഇതെല്ലാം നല്ലതായിരുന്നു, വെരി ഗുഡ്. തിരിച്ച് നമ്മുടെ പട്ടണങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കണം. ഞാൻ ഇന്നലെ മിഷൻ ചലഞ്ചിൽ പറഞ്ഞ പോലെ, വാട്ട് ക്യാൻ ഐ ഡു അബൌട്ട് മൈ പാരിഷ്? എൻ്റെ ചുറ്റുപാടിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? വാട്ട് ക്യാൻ ഐ ഡു ടു വിൻ സോൾസ്? ലോക്കൽ മിഷൻ കനോട്ട് ബി ഇഗ്നോർഡ്. ദർ ആർ സോൾസ് വെയിറ്റിംഗ്. അത് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. നൗ വി ഹാവ് വൺ മിഷൻ. വൺ മിഷൻ ഈസ് ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ്. വി ഹാവ് എ പർപ്പസ്. നമ്മുടെ പ്രൈമറി പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ലവ് ഗോഡ് ആൻഡ് ലവ് അതർ പീപ്പിൾ. കർത്താവിൻ്റെ ദാസനെ പറ്റി റെഫറൻസ് പറഞ്ഞു, ബട്ട് ദാറ്റ്സ് എ ബിഗർ ടോപ്പിക്. നൗ ദിസ് മോർണിംഗ് ബൈ ഫെയ്ത്ത് ഐ എം ഡിക്ലെയറിംഗ്, ഞാൻ പറയുകയാണ്, വി ആർ ഗോയിങ് ടു ഹാവ് ആൻ ആൻറ്റിയോക്ക് മൂവ്മെൻറ്റ് ഫോർ SFCNA. വാട്ട് ഡസ് ഇറ്റ് മീൻ? ചർച്ച് യെരുശലേമിലെ സഭ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഒരു പ്രതികൂലത്തിൻ്റെ കാറ്റടിച്ച്. എന്തിനാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ഉദ്ദേശം നിവൃത്തിയാക്കാൻ വേണ്ടി ആ ചിതറിപ്പോയവർ എന്തു പറ്റി? അവർ ചെന്നിടത്ത് ഒരു ക്രോസ് കൾച്ചറിലേക്ക് പോവുകയാണ്. When everybody was speaking to their own people, a group of people, അത് വാക്യെടുത്ത് ഇനി പറയാൻ സമയം എൻ്റെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് പറയുന്നില്ല, നിങ്ങൾ വായിച്ചാൽ മതി, നിങ്ങൾക്കൊക്കെ അറിയാം. Acts chapter, I'm talking from Acts chapter 11, when you read from verse 19, it says that ചിലർ എന്ത് ചെയ്തു? They started speaking to the Greeks. അവരങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ that was a turning point where a church or an individual becomes outward focused, mission driven and spirit led. That's what I mean by that. നമ്മൾ അകത്തേക്കുള്ള കാര്യങ്ങൾ മാറ്റിയിട്ട് പുറത്തോട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കാൻ കൂടുതൽ തുടങ്ങും. We move from becoming an event centered organization. നമ്മൾ ഒരു event centerന് പകരം ഒരു mission centered ആകും. We cease to be focused on an establishment. We start becoming a movement. The Church of Christ, യേശുവിൻ്റെ സഭ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ആദ്യം മുതലേ. പക്ഷേ നമ്മുടെ എസ്റ്റാബ്ലിഷ് മെൻറ്റാലിറ്റി വരുമ്പോഴാണ് നമ്മൾ പലതിലും കൺസ്ട്രെയിൻസ് നമുക്ക് വരുന്നത് ടു മൂവ് ഫോർവേഡ് വിത്ത് ദ മിഷൻ. അപ്പോൾ ഈ ആൻറ്റിയോക്ക് ചർച്ച് മൂവ്മെൻറ്റിനെ പറഞ്ഞ they were a praying church and they were a sending church. They were an obeying church.
പൗലോസിനെയും ബർന്നബാസിനെയും വേർതിരിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞില്ല, എടാ ഇത്രയും കൃപയുള്ളവർ നമ്മുടെ ചർച്ചയിൽ നിൽക്കട്ടെ. അവരെന്ത് ചെയ്തു? ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരെ പറഞ്ഞയച്ചു. അതൊരു വലിയ വിപ്ലവം സൃഷ്ടിച്ചു. ഇറ്റ് ക്രിയേറ്റഡ് എ ബിഗ് എക്സ്പ്ലോഷൻ. നൗ വെൻ ഐ സേ ഫ്യൂ തിങ്സ്, ഞാൻ കുറച്ച് കാര്യം കൂടെ പറയാം. എൻ്റെ മുമ്പിലുള്ള സമയം ഇച്ചിരി ഉണ്ടല്ലോ, ഞാൻ പറയാം. When I say few things, some of you may just dismiss it. It's okay. പക്ഷെ ഇവിടെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയാം, അവർ കേൾക്കുന്ന ഒരു മുഴക്കമുണ്ടകത്ത്. ആഹാബ് he climbed upon the mountain, അല്ലെങ്കിൽ ആഹാബ് കയറിയത് എന്തിനാണെന്നറിയാമോ? തിന്നാനും കുടിക്കാനും. പക്ഷെ ഏലിയാവ് കയറിയത് എന്തിനാണ്? പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിക്കുന്നവൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതിന് കേൾക്കാത്ത ഒരു ശബ്ദം പ്രാർത്ഥിക്കുന്നവന് കേൾക്കുവാൻ കഴിയും. അവൻ പറയും, വലിയൊരു മഴയുടെ മുഴക്കമുണ്ട്, അടയാളം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. 6 പ്രാവശ്യം വിട്ടിട്ട് ഒരു പ്രാവശ്യം പോലും ഒരു മേഘവും ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ഞാനൊരു മുഴക്കം കേൾക്കുന്നുണ്ട്. I am hearing a sound of big rain. പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രം മനസ്സിലാക്കുവാൻ പറ്റുന്ന, സിൻസിയറായിട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രം ആത്മാവിൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ദൂതാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ! ഒരു വലിയ മഴയുടെ മുഴക്കമുണ്ട്. ദൈവം തന്ന നിയോഗം അതാണ്. വലിയ മഴയുടെ മുഴക്കമുണ്ട്. We need to step up in faith. വിശ്വാസത്താൽ നാം മുന്നോട്ട് കാൽച്ചുവടുകൾ വെക്കണം. ഞാൻ ഇനി 3 കാര്യം പറയാം. അങ്ങനെ പറഞ്ഞു പോയാൽ പറയും, പക്ഷേ I want to get to the point. സിമ്പിളായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു 3 കാര്യങ്ങൾ I want to tell you. Number 1, bring salvation as a key topic in all board meetings. കഴിഞ്ഞ 2 വർഷം ഞങ്ങളുടെ എല്ലാ ബോർഡ് മീറ്റിങ്ങിലും, എല്ലാ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിലും ഞാൻ ജോൺസനോട് ഇൻറ്റൻഷനലി പറഞ്ഞു, ഫസ്റ്റ് ഐറ്റം ഷുഡ് ബി മിഷൻസ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൂടിയിട്ട് മിഷനിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റി, ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു. പക്ഷേ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇതിന് ഹംബിൾനെസ് വേണം. താഴ്മയില്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ അങ്ങ് റെക്കമെൻഡ് പറയാൻ പോവാ. നമ്മുടെ എല്ലാ സഭകളിലും കമ്മിറ്റി മീറ്റിംഗ് എന്നായിരിക്കാം, ബോർഡ് മീറ്റിംഗ് എന്നായിരിക്കും, എന്തായാലും അത് തുടങ്ങുമ്പോൾ ആദ്യത്തെ അജണ്ടയിൽ ഒരു ഐറ്റം ഇടണം. ലാസ്റ്റ് ടൈം അല്ലെങ്കിൽ കഴിഞ്ഞ 3 മാസം നമ്മൾ ആയിട്ടല്ല, 1 വർഷം എത്ര പേര് രക്ഷിക്കപ്പെട്ടു, എത്ര പേര് രക്ഷിക്കപ്പെട്ടു. ഇതിന് ഹംബിൾനെസ് വേണം. പ്രൈഡ് ഉണ്ടായി പറ്റത്തില്ല. 0 ആണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ബോർഡ് മീറ്റിംഗ് ഒന്ന് പോസ് ചെയ്യണം. പോസ് ചെയ്തിട്ട് പറയണം, നമുക്ക് ഒരുമിച്ച് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അടുത്ത പ്രാവശ്യം ഞങ്ങൾ കൂടുമ്പോഴേക്ക് ഒരാത്മാവെങ്കിലും നേടാൻ ദൈവമേ. ഇനി അത് നടന്നില്ലെങ്കിൽ ഒരു ദിവസം ഉപവാസം പ്രഖ്യാപിക്കണം. എന്തിനു വേണ്ടിയാണെന്നറിയാം? വിടുതലിന് വേണ്ടി, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. നമ്മുടെ ബേറന്നസിനെ മാറ്റാൻ വേണ്ടി ഉപവാസം പ്രഖ്യാപിക്കണം. സഭകളിൽ ഉപവാസം പ്രഖ്യാപിക്കണം, ബേറന്നസിനെ മാറ്റാൻ. ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നില്ലെങ്കിൽ ഒരു ദിവസം പറയണം, ഇന്ന് നമ്മൾ ഉപവസിക്കുന്ന മറ്റൊന്നിനുമല്ല, നമ്മുടെ പട്ടണത്തിൽ, നമ്മുടെ ലാൻഡിൽ ഒരു ബ്രേക്ക് ത്രൂ കണ്ടേ പറ്റത്തുള്ളൂ. യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ ശക്തി കുറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഫ്രൂട്ട്ഫുൾനെസിൻ്റെ സീസൺ വേണം. ബേർനെസിൻ്റെ സീസണെ നമുക്ക് ബ്രേക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ സജഷനല്ല, ദൈവദൂതാണ്. ഏറ്റെടുക്കുന്നവരുടെ സഭകളിൽ ആത്മാക്കളുടെ എണ്ണം വർദ്ധിക്കാൻ പോകുകയാണ്. പക്ഷെ ഏറ്റെടുക്കണമെങ്കിൽ ഹംബിൾനെസ് വേണം, താഴ്മ വേണം, അല്ല പറ്റത്തില്ല. നമുക്ക് പ്രൈഡ് ഉണ്ടെങ്കിൽ പറ്റത്തില്ല. ഈ വിഷയം ഇത് സംസാരിക്കാൻ പറ്റത്തില്ല. ഐ എൻകറേജ് എൻ്റെ കൂട്ടു ദേവദാസന്മാരോട് ഞാൻ പറയുന്നു, ഇൻസിസ്റ്റ് ഓൺ ഇറ്റ്. യു ആർ ഗോയിങ് ടു see it. ഇത് ഞാൻ വെറുതെ പറയുകയല്ല, ദൈവനിയോഗത്തോടെ പറയുന്ന ഒരു വിഷയമാണ്. ഇൻസിസ്റ്റ് ഓൺ ഇറ്റ്. ബ്രിങ് ദ ഇഷ്യൂ ഓഫ് ബേർനെസ്, ലാക്ക് ഓഫ്, എല്ലാ ചർച്ചിൻ്റെ കാര്യമല്ല പറയുന്നത്, ഇങ്ങനെ ഇഷ്യൂ ഉള്ളവരുടെ കാര്യം പറയുന്നത് ഉണ്ടെങ്കിൽ അത് മുമ്പോട്ട് കൊണ്ടുവരണം. At SFCNA level also, I give you the guarantee, we will do the same. Every executive meeting, mission will be the number 1 agenda. Winning souls will be the number 1 agenda. Let me move. Second point I want to tell you. ആദ്യത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, ഹംബിൾനെസ് വേണം. സെക്കൻഡ് പോയിന്റ് ഈസ് പോസിബിൾ, പക്ഷേ അതിന് എഫേർട്ട് വേണം. This is what I am encouraging SFCNA family, all the churches. Every church planned one more church. There are churches who are doing. അത് വലിയ ചർച്ച താമസിക്കണമെന്നില്ല. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഫൈൻഡ് ആൻ ഏരിയ. ഇപ്പോൾ റീജൻസ് ഫോം ചെയ്തല്ലോ, റീജൻ ലീഡർഷിപ്പിൽ വന്നവരോട് ഞാൻ ഒന്നും കൂടെ പറയാം, വിൽ മീറ്റ് അഗൈൻ. ലുക്ക്, വേർ ഈസ് എൻ ഓപ്പർച്യൂണിറ്റി. ഒന്നും വേണ്ട, നമ്മുടെയൊക്കെ ചർച്ചകളിൽ എത്രയോ പേര് കൃപയുള്ളവർ, അഭിഷേകം, ഓർഡിനേഷൻ ഉള്ളവർ ഇരിക്കുന്നു. Start an outreach. Who knows? And our first, let's pray that, in the next few years, or, I'm not going to define any timeline now, SFCNA will go to 25 churches. That's our first still target. ചെലവില്ലാത്തൊരു കാര്യം പറഞ്ഞു, ഞാൻ പറഞ്ഞൊന്ന് സ്വതന്ത്രം പറയാമോ? നമ്മുടെ സ്വതന്ത്രം പറയണം. ഓക്കെ,
അപ്പോൾ 2 കാര്യം ഞാൻ പറഞ്ഞു. ഇനി 3-ാമത്തെ കാര്യമാണ് ഡിഫിക്കൽട്ടാണ്. സന്തോഷ് പാസ്റ്റർ കുറച്ച് നാൾ മുമ്പ്, മേ ബി എ മന്ത് അഗോ, ഹി കോൾ മീ ആൻഡ് സെഡ്, ദേവദാസനെ പ്രവർത്തനത്തിന് സ്ഥലമുണ്ട്, വിടാൻ ആരില്ല, എന്തു ചെയ്യും? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കോൺഫറൻസിൽ ഞാനൊരു മറുപടി തരാം. എൻ്റെ ഉത്തരമുണ്ടായിട്ടൊന്നും അല്ലായിരുന്നു. അന്ന് മുതൽ ഞാനിങ്ങനെ ചിന്തിക്കുക, കർത്താവേ ഇതിനെന്തോ ഒരു മറുപടി കൊടുക്കണ്ടേ. കർത്താവ് എനിക്കൊരു മറുപടി തന്നു. ആ മറുപടി ഞാൻ പറയാൻ പോവാം. ഡിഫിക്കൽട്ടാണ്, കേൾക്കുമ്പോൾ ചിലപ്പം ഇച്ചിരി അൺകംഫർട്ടബിൾ ആകും. പക്ഷേ ചിലരെങ്കിലും ആ കോൾ ഏറ്റെടുത്താൽ വലിയ അനുഗ്രഹമായി തീരും. എന്താണെന്നറിയാമോ? മൂവ് ഫോർ മിഷൻസ്. സുവിശേഷത്തിന് വേണ്ടി മൂവ് ചെയ്യുക. ഇനിയും വില്യം കേരിയെ പറ്റി നമ്മൾ പറയരുത്, മിഷണറിമാരെ പറ്റി പറയല്ലേ. ഡോണ്ട് മൂവ് ഫോർ വെദർ. എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന്. ആമോസിൻ്റെ പറ്റിയുള്ള ദൂത് കേട്ടോണ്ടിരുന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞുപോയി. ആമോസിനെ സൗത്തിൽ നിന്ന് എങ്ങോട്ടാണ് വിട്ടത്? നോർത്തിലോട്ടാ. ഇന്ന് നോർത്തിൽ നിന്ന് എല്ലാവരും താഴോട്ട് വലിച്ചുകൊണ്ടിരിക്കുക. ഒഫൻഡാകല്ലേ. ആദ്യമേ പറഞ്ഞ നടന്നാൽ 3-ാമത്തെ പോയിന്റ് ഒരു പ്രശ്നവുമില്ല. 2-ാമത്തെ കാരണം പുതിയ ആത്മാക്കൾ സഭയിൽ വരുന്നെങ്കിൽ അടുത്ത വിഷയം എന്താണ്? ഗ്രേറ്റ്നെസ് ഓഫ് എ ചർച്ച് ഈസ് നോട്ട് എ സീറ്റിംഗ് കപ്പാസിറ്റി, ഇറ്റ്സ് സെൻഡിങ് കപ്പാസിറ്റി. എത്ര പേര് ഇരിക്കുന്നതിലേക്കുള്ള എത്ര പേര് അയക്കും? ദാറ്റ് വാസ് ദ കീ പോയിന്റ് ഇൻ ദ മിഷണറി മൂവ്മെന്റ്. ദേ ഫോക്കസ്ഡ് ഓൺ സെൻഡിങ് പീപ്പിൾ ഔട്ട്, അല്ലേ? അപ്പോൾ എന്ത് വേണം? അപ്പം ഞാൻ അതിനെ ഒരു പോസിബിൾ ആണോ എന്ന് ചിന്തിച്ചു. അപ്പോൾ ചില ആഴ്ചകൾക്ക് മുമ്പ് കോയിൻസിഡൻസ് അല്ല, ഡിവൈൻ അപ്പോയിൻമെൻ്റ് ആയിട്ട് എനിക്ക് വേറൊരു ഓർഗനൈസേഷൻ്റെ, ഇന്ത്യൻ അല്ല, എനിക്ക് ഒരു പാസ്റ്റേഴ്സിൻ്റെ ഒരു ചെറിയ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഡീറ്റെയിൽസിലൊന്നും പോകുന്നില്ല. അപ്പോൾ അവിടെ നടന്നൊരു സംഭവം, ഒരു പ്രത്യേക ഒരു സെഷൻ. ഞങ്ങൾ അവിടെ ഒത്തിരി പ്രാർത്ഥനയ്ക്ക് സമയമുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അപ്പുറത്തിരുന്നതിനേക്കാൾ വലിയ പ്രായമുള്ള ഒരു പാസ്റ്റർ എൻ്റെ കാല് കഴിയും. വി വർ ഡൂയിങ് സംതിങ്, യുനോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ലഞ്ചിന് സമയം ഞങ്ങൾ ഒരുമിച്ചിരുന്നു. അതൊരു ഡിവൈൻ അപ്പോയിൻമെൻ്റ് ആയിരുന്നു. കാരണം അദ്ദേഹം ഒരു സ്ഥലത്ത് ചർച്ച തുടങ്ങിയെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് തുടങ്ങിയേ? ഹി ടോൾ മീ, എൻ്റെ ഓർഗനൈസേഷൻ ഞാൻ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ 30 പേരെ എനിക്ക് തന്നു. പല ചർച്ചസിൽ നിന്ന് മിഷൻ ചാലഞ്ച് കൊടുത്തു. 30 പേരെ മൂവ് ചെയ്തു. ഞാൻ ചോദിച്ചു, അവരെന്തോ ചെയ്തു? ജോലിയുടെ കാര്യം എന്തോ? ജോലി റിസൈൻ ചെയ്ത് അവിടെ ജോലി എടുത്തു. വീട് വിറ്റു. 30 പേര്. അപ്പം പുള്ളി പറഞ്ഞു, ഫസ്റ്റ് ഡേയിൽ എനിക്ക് 30 പേരെൻ്റെ ചർച്ചിലുണ്ടായിരുന്നു. കാരണം അല്ലാതെ പൈനിറങ്ങി. നമ്മളൊരാളെ വിട്ടാൽ എന്ത് പറയും? നമ്മൾ മറ്റുള്ളവരോട് പറയും, പാസ്റ്ററേ എവിടെയെങ്കിലും പോയി. ഒക്കെ കളക്റ്റീവ് മെൻറ്റാലിറ്റി ഫോർ മിഷൻസ്. ഓക്കെ, ഒരു പാസ്റ്റർ പോയി ഒരിടത്ത് പുതിയ പ്രവർത്തനം ആരംഭിക്കുക. 10 പേര് വോളണ്ടിയർ ചെയ്തു, ഞങ്ങൾ പോയി കൂട്ടത്തിൽ നിൽക്കാമെന്ന്. ഇത് ചില ബുദ്ധിമുട്ടാണ്, ഈസി അല്ല. അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. പക്ഷേ ദൈവാത്മാവ് എനിക്കൊരു നിയോഗം തന്നുകൊണ്ട് ഞാനങ്ങ് ചലഞ്ച് ചെയ്യുക. നിങ്ങൾക്ക് ചിലർ ഇവിടെ ചെറുപ്പക്കാരിരിപ്പുണ്ട്, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഫാമിലീസ് ഇരിപ്പുണ്ട്. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വെളിയുണ്ട്, ദൂത് കേട്ടിട്ടുണ്ട്, ആലോചന കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നാൽ ഒതുങ്ങിയിരിക്കേണ്ട കാലങ്ങൾ കഴിഞ്ഞു. സ്റ്റെപ്പ് ഔട്ട് ഇൻ ഫെയ്ത്ത്. നോർത്തിലോട്ട് വരാനല്ല ഞാൻ പറഞ്ഞത്, എവിടോട്ടാ ദൈവാത്മാവ് നിയോഗം നൽകുന്നത്? സ്റ്റെപ്പ് ഔട്ട്. ലെറ്റ് ആമോസ് റൈസ് ഫ്രം SFCNA who will hear the voice of God, and if it requires to go to the north, let them go to north. If it requires to go to the east, let them go to east. ഈസ്റ്റിലോട്ട് പോകാനല്ല, സൗത്തിലോട്ട് പോകാനല്ല. Wherever the Lord leads, let them go. Let me finish here. എനിക്ക് വളരെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു മിഷണറിയാണ് അഡോണിറാം ജഡ്സൺ. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് കോട്ടുണ്ട്, there is no success without sacrifice. If you succeed without sacrifice, it is because someone has suffered before you. If you sacrifice without success, it is because someone will succeed you. ഞാൻ അതിൻ്റെ ട്രാൻസ്ലേഷൻ പറയുന്നില്ല, സമയമില്ലല്ലോ. Let me finish here. 1812 അഡോണിറാം ജഡ്സൺ അമേരിക്കയിൽ നിന്ന് എല്ലാം വിറ്റിട്ടാണ് എന്തിനു പോയത്? സുശേഷ വേലയ്ക്ക് വേണ്ടി ഇന്ത്യക്ക് പോകാൻ പോയത്. പുള്ളി ബർമയിൽ എത്തിച്ചേർന്നു. 2012 ജോൺ അമേരിക്കയിൽ നിന്ന് മിഷണറി ട്രിപ്പിന് പോകുമ്പോൾ 200 വർഷങ്ങൾക്ക് ശേഷം റിട്ടേൺ ടിക്കറ്റും അവിടുത്തെ സ്കെഡ്യൂളെല്ലാം ഫൈനലൈസ് ചെയ്തിട്ടാണ് പോയത്. സോ മിഷൻ ഹാസ് ചേഞ്ച്. അപ്പം ഞാൻ ഓർത്ത് ഈ മിഷൻ്റെ എല്ലാ കാര്യങ്ങളും തീർന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഒരു കാര്യം പിടികിട്ടി. മുസ്ലിംസിൻ്റെ ഒരു സെമിനാർ, ട്രെയിനിങ്ങിൻ്റെ ഒരു സെമിനാറിന് പ്രസംഗിക്കാൻ വന്ന ഒരു ദേവദാസൻ, അദ്ദേഹം ടൊറോണ്ടോയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ക്ലിൻറ്റൺ ബോമൻ എന്ന് പറഞ്ഞൊരു ദേവദാസൻ ഞങ്ങളുടെ ചർച്ചിൽ വന്നു. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ 6 years I was a missionary in India. ഞാനോർത്ത് ഈ അമേരിക്കൻ ഈ പുള്ളി അങ്ങനെ പറഞ്ഞു. ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, വി സോൾഡ് എവറിത്തിങ്. 1 വർഷം പോയി ഇന്ത്യയിലെല്ലാം എക്സ്പ്ലോർ ചെയ്തു. അത് കഴിഞ്ഞിട്ട്
ഇന്ത്യ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് വി പിക്ഡ് അഹമ്മദാബാദ്. ഗുജറാത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി ഉള്ളത്. അഹമ്മദാബാദിൽ പോയി 4 വർഷം മിഷണറി ആയിട്ട് നിന്നു. അദ്ദേഹം വേറെ ജോലി ചെയ്ത് മിഷൻ വർക്ക് ചെയ്യുമായിരുന്നു 4 വർഷം അഹമ്മദാബാദിൽ. അതിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ വൈഫിൻ്റെ വിസ അവർ റിജക്റ്റ് ചെയ്തു, ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടി ഇവിടെ നിൽക്കണ്ട പുറത്ത് പൊക്കോളാൻ പറഞ്ഞു. എൻ്റെ വൈഫ് 2 വർഷത്തോളം കരഞ്ഞു. കാരണം ഇന്ത്യയെ പറ്റിയുള്ള സുവിശേഷത്തിൻ്റെ ആ ബേർഡൻ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് 2 വർഷം അവൾ കരഞ്ഞു. ഇവിടെ അമേരിക്ക വന്നു കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പോൾ ടൊറോണ്ടോ ഒരു ഡിഫിക്കൽട്ട് പ്ലേസ് ആണ്. അവിടെ സിക്കുകാരുണ്ട്. അവർ അദ്ദേഹം കണക്ക് പറഞ്ഞു, ഇത്രയും സിക്കുകാരുണ്ട്, ഇത്രയും ഹിന്ദുസ് ഉണ്ട്, അവരെ റീച്ച് ചെയ്യുവാൻ ആൾക്കാരില്ല, അതുകൊണ്ട് ഞങ്ങൾ ചൂസ് ചെയ്ത് ടൊറോണ്ടോയിലേക്ക് പോകാൻ. അതെന്നെ ഞാൻ അന്നൊരു തീരുമാനമെടുത്തു. ഇനി ഞാൻ പറയാൻ പോകുന്നത് വില്യം കേറിയെ പറ്റിയും ഹഡോണിറാം ജഡ്സനെ പറ്റി മാത്രമല്ല. ഞാൻ പറയുന്നു 2025 ഞാനൊരു ക്ലിൻറ്റ് ബോമനെ കണ്ടു. ഇന്ന് വിശ്വാസത്തോടെ ഞാൻ പറയുന്നു, വരുന്ന കാലങ്ങളിൽ കർത്താവ് സഹായിക്കട്ടെ. SFCN എന്ന് ചില പേരുകൾ പുറത്തു വരട്ടെ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിന് വേണ്ടി മൂവിങ് ഫോർ ദ മിഷൻ ബിക്കോസ് ഗോഡ് ടോൾഡ് ദം. 3 കാര്യങ്ങൾ ബോർഡ് മീറ്റിംഗ്സിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കൊണ്ടുവരണം, മിഷൻ, അല്ലെങ്കിൽ എത്ര പേർ രക്ഷിക്കപ്പെട്ടു. 2, എവറി ചർച്ച് ടേക്ക് ദ ചലഞ്ച് ടു പ്ലാൻ അനദർ ചർച്ച്. ആൻഡ് ഫൈനലി മൂവ് ഫോർ മിഷൻസ്. കർത്താവ് സഹായിക്കട്ടെ. വി വിൽ വർക്ക് ടുഗദർ ഇൻ ദ നെക്സ്റ്റ് 2 years. വി വിൽ ഓൾ വർക്ക് ടുഗദർ ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ് ഇഫ് ക്രൈസ്റ്റ് കമ്മിങ് ടാരീസ്. പക്ഷേ ടേക്ക് ദിസ് ചലഞ്ച്. കുറച്ച് പേരെങ്കിലും ഈ ഒരു ചലഞ്ച് എടുത്തിട്ട്, ഒന്നും കൂടെ പറയുന്നു, വെതറും മറ്റേതും ഒന്നുമല്ല, അതെല്ലാം പോയി ലോകം അവസാനിക്കാൻ പോകും. കഴിഞ്ഞ ദിവസമൊക്കെ മെസ്സേജ് കണ്ടല്ലോ, ഇപ്പോൾ അധികം നാളില്ല. ഈ ഒരു ആയുസ് കൊണ്ട് പറ്റുമെങ്കിൽ അമേരിക്കയിൽ വന്ന് അമേരിക്കൻ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാനല്ല, ഫൈനാൻഷ്യൽ ഹാർഡ്ഷിപ്പ് വന്നാലും അല്പം സൗകര്യം കുറഞ്ഞാലും, കർത്താവേ നീ എന്നോട് പറഞ്ഞാൽ ഞാൻ പോകാം എന്നുള്ള ഒരാഹ്വാനത്തോടെ അങ്ങനെ ചിലർ എഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.